ഓരോ മ്യൂച്വൽ ഫണ്ട് സ്കീമിലും ഡയറക്റ്റ്, റെഗുലർ എന്ന് പറയുന്ന രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിൽ ഏതാണ് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ തിരഞ്ഞെടുക്കേണ്ടത്? ഇതിനെക്കുറിച്ച് പല വീഡിയോകളിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ഫണ്ടുകളിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ റെഗുലർ ഫണ്ടുകളിൽ, അതായത് ഏജൻറ്റോ അല്ലെങ്കിൽ മറ്റ് ഇൻ്റർമീഡിയറിയോ വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ കുറവായത് കാരണം ലോങ് ടൈമിലേക്ക് റെഗുലർ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഫണ്ടുകളിൽ കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫണ്ടുകളുടെ എക്സ്പെൻസസ് റേഷ്യോ കുറവാണ്. എക്സ്പെൻസസ് റേഷ്യോ എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ റെഗുലർ ഫണ്ട് ത്രൂ ആണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടുകൾ അത് ക്യാൻവാസ് ചെയ്യുന്ന ഏത് ഏജൻറ്റ് മുഖാന്തരമാണോ ആ ബിസിനസ് അവർക്ക് ലഭിക്കുന്നത്, ആ ഏജൻറ്റിനൊരു കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഏജൻറ്റുമാർക്ക് കൊടുക്കുന്ന കമ്മീഷൻ 1%-നും 2%-നും ഇടയിലാണ്. അപ്പോൾ നിങ്ങൾ ഏജൻറ്റ് ത്രൂ ആണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഏജൻസിന് കൊടുക്കുന്ന കമ്മീഷൻ്റെ പെർസെൻറ്റേജ് വർക്കൗട്ട് ചെയ്താൽ ഈ പറയുന്ന ഏജൻറ്റ് കമ്മീഷൻ നിങ്ങളുടെ അക്കൗണ്ടിൽ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ലഭിക്കുന്ന റിട്ടേൺസ് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറഞ്ഞിരിക്കും. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ പെർഫോമൻസ് പരിശോധിച്ചാൽ വളരെ ക്ലിയർ ആണ്. ഇപ്പോൾ ചാനലിൽ തന്നെ ഇത് ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നുള്ള റിയൽ ഡേറ്റയുടെ ബേസിസിൽ ഇതിനു മുന്നേയും പ്രസൻറ്റേഷൻസ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ 2 ഫണ്ടുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ റെഗുലർ ഫണ്ടും ഡയറക്റ്റ് ഫണ്ടും, ICICI പ്രുഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ടിൻ്റെ ഡയറക്റ്റ് ഓപ്ഷനും അതേപോലെ റെഗുലർ ഓപ്ഷനും. ഈ 2 ഫണ്ടുകളുടെ കഴിഞ്ഞ 10 വർഷത്തെ പെർഫോമൻസ് നിങ്ങൾ ഡയറക്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും റെഗുലർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിലും എത്രയൊക്കെ റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടിയിരുന്നേനെ, അതോടൊപ്പം തന്നെ ഇതിൽ വരുന്ന ഡിഫറൻസ് എത്രയൊക്കെയാണ്, ഈ കാര്യങ്ങളാണ് വളരെ വിശദമായിട്ട് ഒരു എക്സൽ പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടി ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഈ പ്രസൻറ്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഫണ്ടിൻ്റെ ഡയറക്റ്റ് പ്ലാനിലും അതേപോലെ റെഗുലർ പ്ലാനിലും നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തിക്ക് ലോങ് ടൈമിലേക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്ന റിട്ടേൺസിലുള്ള ഡിഫറൻസ്. ഡയറക്റ്റ് പ്ലാനിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികൾക്ക് ലോങ് ടൈമിലേക്ക് റെഗുലർ പ്ലാനിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം കൂടുതൽ റിട്ടേൺസ് ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് റിയലായിട്ട് ഈ റിട്ടേൺസ് ലഭിക്കുന്നത്? ലൈവായിട്ടുള്ള ചില ഡേറ്റകളുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന 2 ഇക്വിറ്റി ഫണ്ടുകളാണ്. ഈ ഫണ്ടുകൾക്ക് ലോങ് ടൈം ഒരു ഹിസ്റ്റോറിക്കൽ ഡേറ്റ അവൈലബിൾ ആണ്. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ഈ ഫണ്ടുകളുടെ NAV ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ഹിസ്റ്റോറിക്കൽ NAVയുടെ ബേസിസിൽ ഈ ഫണ്ടുകളുടെ പെർഫോമൻസ് ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ റെഗുലർ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ഡയറക്റ്റ് ഫണ്ടിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ ഡയറക്റ്റ് ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്കും റെഗുലർ ഓപ്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിക്കും സെയിം ഡേയിൽ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് 10 വർഷങ്ങൾക്ക് ശേഷം എത്രയൊക്കെയാണ് അതിൻ്റെ പെർഫോമൻസിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന്. HDFC ഫ്ലെക്സി ക്യാപ് ഫണ്ട് റെഗുലർ പ്ലാൻ 15 സെപ്റ്റംബർ 2014 NAV 460 രൂപയാണ്. ഡയറക്റ്റ് പ്ലാനിൽ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ, നിങ്ങൾ ഡയറക്റ്റ് പ്ലാനിൽ നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തി അന്ന് 465 രൂപ 89 പൈസ NAV ആയിട്ട് കൊടുക്കണം. പല സമയങ്ങളിലും നമ്മുടെ സാധാരണ ഇൻവെസ്റ്റേഴ്സ് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, എല്ലാ സമയങ്ങളിലും ഡയറക്റ്റ് പ്ലാനിൻ്റെ NAV കൂടുതലായിരിക്കും. ഈ ഉദാഹരണത്തിൽ തന്നെയും റെഗുലർ പ്ലാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് പ്ലാനിൻ്റെ NAV 5 രൂപ കൂടുതലാണ്. റെഗുലർ പ്ലാനിന് 460 രൂപ NAVക്ക് വാങ്ങുന്ന ഒരു വ്യക്തി ഡയറക്റ്റ് പ്ലാനിൽ നിന്ന് സെയിം യൂണിറ്റുകൾ വാങ്ങണമെങ്കിൽ 465 രൂപ കൊടുക്കണം. അപ്പോൾ പലരും ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്, റെഗുലർ പ്ലാനിലെ NAV എല്ലായ്പ്പോഴും കുറവാണ്, നമ്മൾ നിക്ഷേപം നടത്തിയാൽ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കും. ഇത് ശരിയായിട്ടുള്ള ഒരു ധാരണയല്ല എന്ന് നമുക്ക് ഈ പ്രസൻറ്റേഷൻ്റെ അവസാനം മനസ്സിലാക്കും. ഒരു ഇൻവെസ്റ്റർ, ഞാനിപ്പോൾ പറഞ്ഞ നെറ്റ് അസറ്റ് വാല്യൂവിന് ഒരു ഫണ്ടിൽ നിക്ഷേപം നടത്തിയാൽ 10 ലക്ഷം രൂപയാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, റെഗുലർ പ്ലാനിലാണ് നിക്ഷേപം നടത്തിയിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് 2171 യൂണിറ്റും ഡയറക്റ്റ് പ്ലാനിലാണെങ്കിൽ 2146 യൂണിറ്റുമാണ് ലഭിക്കുക. ഇനി 10 വർഷങ്ങൾക്ക് ശേഷം
11 സെപ്റ്റംബർ 2024 NAV നമ്മൾ പരിശോധിച്ചാൽ റെഗുലർ പ്ലാനിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് 1896 രൂപ NAVയും ഡയറക്റ്റ് പ്ലാനിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് 2061 രൂപയുമാണ് ആ ഫണ്ടിൻ്റെ NAV. ലോങ് ടൈമിലേക്ക് നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ആ ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോയും അതേപോലെ തന്നെ കോമ്പൗണ്ടിങ് എഫക്റ്റുമാണ്. ഈ രണ്ട് ഓപ്ഷനുകളിലും നിക്ഷേപം നടത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ അണ്ടർലൈങ് അസറ്റ് അല്ലെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ ഷെയർസ് എന്ന് പറയുന്നത് സെയിം കമ്പനിയുടെ ഷെയറുകളാണ്. അവർ സെയിം പോർട്ട്ഫോളിയോയിൽ നിന്ന് തന്നെയാണ് ഈ NAV ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ NAV കമ്പ്യൂട്ടേഷൻ്റെ സമയത്ത് അതിൽ വരുന്ന എക്സ്പെൻസസിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഈ രണ്ട് ഫണ്ടുകളുടെയും റിട്ടേൺസ് നമ്മൾ 10 വർഷം കഴിയുമ്പോൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന ഭീമമായിട്ടുള്ള ഡിഫറൻസ്. ബേസിക്കായിട്ട് ഈ രണ്ട് ഫണ്ടുകളും ഒരേ തീം അനുസരിച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ഫണ്ടിൽ ഏജൻറ്റ് കമ്മീഷൻ ചാർജ് ചെയ്യുന്നില്ല, എന്നാൽ റെഗുലർ ഫണ്ടിൽ ഏജൻറ്റ് കമ്മീഷൻ ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 12 സെപ്റ്റംബർ 2024 റെഗുലർ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 41,17,711. ഡയറക്റ്റ് ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 44,26,365. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഗെയിനിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കുക. റെഗുലർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിക്ക് 31,17,000 രൂപ ഗെയിനായിട്ട് ലഭിച്ചപ്പോൾ ഡയറക്റ്റ് ഓപ്ഷനിലാണ് നിക്ഷേപം നടത്തിയിരുന്നതെങ്കിൽ അത് 34,26,000 രൂപ ആകുമായിരുന്നു. ഏകദേശം 3,08,654 രൂപയുടെ കുറവാണ് റെഗുലർ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു ഇൻവെസ്റ്ററിന് സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആബ്സല്യൂട്ട് റിട്ടേൺ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ റെഗുലർ പ്ലാനിൽ 311% ആബ്സല്യൂട്ട് റിട്ടേണും ഡയറക്റ്റ് പ്ലാനിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് 342% ആബ്സല്യൂട്ട് റിട്ടേൺ ലഭിച്ചു. കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് അല്ലെങ്കിൽ CAGR നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ റെഗുലർ പ്ലാനിൽ 35%, ഡയറക്റ്റ് പ്ലാനിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നവർക്ക് 36%മാണ് CAGR ലഭിച്ചിരിക്കുന്നത്. നിങ്ങളിവിടെ CAGR കമ്പയർ ചെയ്താൽ ഇതിലധികം വ്യത്യാസമൊന്നും വരില്ല. ഇവിടെ ഏകദേശം 1% വ്യത്യാസമാണ് വരുന്നത്. പക്ഷേ ഈ വരുന്ന 1% ഡിഫറൻസ് എന്ന് പറയുന്നത് ആനുവൽ ബേസിസിലാണ്. കഴിഞ്ഞ 10 വർഷം ഈ 1% ഡിഫറൻസ് ഉള്ള കുറവ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വളരെ അധികം വ്യത്യാസം വരും. അതാണ് ഈ ആബ്സല്യൂട്ട് റിട്ടേൺ നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിൽ കാണുന്ന ഈ വ്യത്യാസം. എമൗണ്ട് ടേംസിൽ നോക്കുവാണെങ്കിലും ഏകദേശം 3,08,000 രൂപയോളം നമുക്ക് കുറവ് ഇതിൽ വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു ഫണ്ടും കൂടി നമുക്ക് പരിശോധിക്കാം. ഇത് ICICI പ്രൂഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് ഓപ്ഷനും റെഗുലർ ഓപ്ഷനുമാണ്. 15 സെപ്റ്റംബർ 2014 റെഗുലർ ഫണ്ടിൻ്റെ NAV എന്ന് പറയുന്നത് 27.36, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിൽ 27 രൂപ 71 പൈസയുമാണ്. ഈ ഫണ്ടിൻ്റെ NAV 12 സെപ്റ്റംബർ 2024 റെഗുലർ പ്ലാനിൽ 110 രൂപ 40 പൈസയും ഡയറക്റ്റ് പ്ലാനിൽ 120 രൂപ 66 പൈസയുമാണ്. 10 ലക്ഷം രൂപ ഇവിടെ നിക്ഷേപം നടത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് റെഗുലർ പ്ലാനിലാണെങ്കിൽ 36,549 യൂണിറ്റും ഡയറക്റ്റ് പ്ലാനിലാണ് നിക്ഷേപം നടത്തിയിരുന്നതെങ്കിൽ ഏകദേശം 36,088 യൂണിറ്റും ഉണ്ടായിരുന്നു. 12 സെപ്റ്റംബർ 2024 അതായത് 10 വർഷങ്ങൾക്ക് ശേഷം ഈ ഫണ്ടിൻ്റെ NAV റെഗുലർ പ്ലാനിൽ 110ഉം ഡയറക്റ്റ് പ്ലാനിലും 120ഉമാണ്. ഇൻവെസ്റ്ററിന് ലഭിച്ചിരിക്കുന്ന ഗെയിൻ റെഗുലർ പ്ലാനിൽ 40 ലക്ഷവും ഡയറക്റ്റ് പ്ലാനിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ ഏകദേശം 43,54,000 രൂപയാണ്. ഇവിടെയും നെറ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കറ്റ് വാല്യൂവിലുള്ള കുറവെന്ന് പറയുന്നത് ഏകദേശം 3,20,000 രൂപയാണ്. ആബ്സല്യൂട്ട് റിട്ടേൺ റെഗുലർ പ്ലാനിൽ 303%, ഡയറക്റ്റ് പ്ലാനിലായിരുന്നെങ്കിൽ 335% ലഭിക്കും. ഈ 10 വർഷത്തെ CAGR നമ്മൾ കമ്പ്യൂട്ട് ചെയ്താലും ഏകദേശം 1% ഡിഫറൻസ് ആണ് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഓരോ വർഷവും ഓരോ % ഡിഫറൻസ് വരിക എന്ന് വെച്ചാൽ 10 വർഷം കൊണ്ട് അത് വലിയൊരു ഫിഗറായിട്ട് മാറും. ഇപ്പം നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്ററാണ്, 15 വർഷത്തേനോ 20 വർഷത്തേനോ ആണോ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങൾ റെഗുലർ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേൺസിൽ ഒരുപാട് കുറവ് വരും. ഈ ഫണ്ടുകളുടെ 10 വർഷത്തെ റിയലായിട്ടുള്ള NAV-യും അതോടൊപ്പം തന്നെ റിയലായിട്ടുള്ള പെർഫോമൻസുമാണ് ഞാൻ ഈ പ്രസൻറ്റേഷനിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികൾ ഈവൻ ഒരു വർഷം 1% ആണ് നിങ്ങൾക്ക് ടോട്ടലായിട്ട് ലഭിക്കുന്ന റിട്ടേൺസിൽ വരുന്ന കുറവ് എങ്കിൽ തന്നെയും നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ അത് വലിയ രീതിയിൽ 10 അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂവിനെ ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവാം, റെഗുലർ പ്ലാനിലൂടെയാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ 10 അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് എത്രയൊക്കെയാണ് ഡയറക്റ്റ് പ്ലാനിലൂടെ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ ലഭിച്ചേക്കാമായിരുന്ന ഇൻകത്തിൽ വന്നിരിക്കുന്ന കുറവ്. ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫ്യൂച്ചറിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ മാക്സിമം ഡയറക്റ്റ് പ്ലാനുകളിലൂടെ നിക്ഷേപം നടത്തുവാനായിട്ട് ശ്രമിക്കുക. പക്ഷേ മ്യൂച്വൽ ഫണ്ടുകൾ വളരെ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. നിങ്ങൾ സ്കീമുകളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് സർവീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്ന ഏജൻറ്റോ ഇൻ്റർമീഡിയറ്റോ ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് എടുക്കുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന കമ്മീഷന് പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സർവീസ് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റെഗുലർ പ്ലാനിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും പ്രശ്നങ്ങളില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന സർവീസ് ഡയറക്റ്റ് പ്ലാനിലൂടെ നിങ്ങൾക്ക് ലഭിക്കാമായിരുന്ന കൂടുതൽ റിട്ടേൺസുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഏജൻറ്റിൻ്റെ സഹായത്തോടു കൂടി നിക്ഷേപങ്ങൾ നടത്താം. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ അത് നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമോ ഏജൻറ്റ് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യണമോ എന്നുള്ളത്. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.